സർ, രണ്ടാം ലോക മഹായുദ്ധം വിജയിച്ചതിന്റെ വാർഷികാഘോഷങ്ങൾ നടക്കുകയാണ് ചൈനയിൽ. നമുക്കൊക്കെ അറിയാം. 26ഓളം രാഷ്ട്ര തലവന്മാർ അല്ലെങ്കിൽ അത്രയേറെ രാജ്യങ്ങൾ ചൈനയുടെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഏറ്റവും ഒടുവിൽ നമ്മൾ ചിത്രങ്ങളിലും വീഡിയോകളിലും ഒക്കെ കണ്ടത് പുടിനെയും അതുപോലെ തന്നെ കിം ജോങ് ഉന്നിനെയുമാണ്. ഉത്തര കൊറിയൻ പ്രസിഡന്റ് തന്റെ പിൻഗാമി എന്ന് പരക്കെ പ്രചരിക്കുന്ന തന്റെ മകളുമൊത്താണ് ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. വെറും ഒരു ആഘോഷം എന്ന് പറഞ്ഞ് നമുക്കതിനെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കാനോ സാധിക്കില്ല. കാരണം ചൈനയുടെ ശക്തി എന്താണെന്ന് ലോകത്തിനു മുന്നിൽ വിളിച്ചോതുന്ന ഒരു ആഘോഷ പരിപാടി കൂടിയാണ് അവിടെ നടക്കുന്നത്. അവർ ഏറ്റവും വലിയ ആധുനിക ആയുധങ്ങൾ മുതൽ ചൈന പ്രദർശിപ്പിക്കുകയാണ്. അമേരിക്ക അല്ലെങ്കിൽ ചൈനയേക്കാൾ വലുത് എന്ന് കരുതുന്ന ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ലോക ശക്തികൾക്ക് മുന്നിൽ തങ്ങളുടെ പവർ എന്താണെന്ന് യഥാർത്ഥത്തിൽ ചൈന കാണിച്ചു കൊടുക്കുന്ന ചില പ്രദർശനങ്ങളും അല്ലെങ്കിൽ ആഘോഷ പരിപാടികളുമാണ് ചൈനയിൽ നിന്നായി പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ ചൈനയുടെ ശക്തി കണ്ട് ലോകം അമ്പരക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ. അത്തരത്തിലുള്ള ഒരു പ്രദർശനവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു 80ാം വാർഷികാഘോഷവും ഒക്കെയാണ് നടക്കുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ വിജയാഘോഷം ഇത് ഈ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ചില പ്രദർശനങ്ങളും അല്ലെങ്കിൽ അതിനകത്ത് ചില ഉദ്ദേശങ്ങളും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് വിളിച്ചോതുന്നുണ്ട്. ഒരുപക്ഷെ ഏതൊക്കെ രാഷ്ട്രത്തലവന്മാർ, ഒരുപക്ഷെ 26 രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്നുണ്ട്. അതിനകത്ത് പുടിൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു സമയം പോലും റഷ്യയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത ഒരു അവസരത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ അങ്ങനെ മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് ലിമിറ്റുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ലോക നേതാവ് ഒരുപക്ഷെ SCO മീറ്റിന് ശേഷം ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചയില്ല അതിന് ശേഷം അവിടെ നിന്ന് ഈ പറയുന്ന വാർഷിക ആഘോഷ പരേഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഇതിലൂടെ കിം ജോങ് ഉൻ, പിന്നെ അത് കൂടാതെ ഇവരെ കൂടാതെ ഈ മൊത്തത്തിലാണ് 26 രാഷ്ട്ര തലവന്മാർ ഉള്ളത്. ഒരുപക്ഷെ 26 രാഷ്ട്ര തലവന്മാരെ പരിശോധിക്കുമ്പോൾ ആ രാഷ്ട്ര തലവന്മാർ ചൈനയ്ക്ക് വേണ്ടപ്പെട്ടവരും അല്ലെ ചൈന വേണ്ടപ്പെട്ടവരായിട്ട് കാണുന്നതുമാണ്. ഇത് ലോകത്തിനകത്ത് ഇപ്പൊ ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയുടെ ചേരിക്ക് പുറത്തുള്ള ചേരിയെ ഒരുപക്ഷെ ലിസ്റ്റ് ചെയ്യുന്നതിന് സാധ്യമാകും. അതായത് ഇതിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങളുടെയൊക്കെ പ്രസൻസ് ഇല്ലെന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളില്ല. പക്ഷേ ഇപ്പൊ വന്നിരിക്കുന്ന ആൾക്കാരെ പരിശോധിക്കുമ്പോൾ ഇവർ നാളെ കാലത്തെ ബ്രിക്സിന്റെ രൂപത്തിലും അല്ലെങ്കിൽ ഈ പറയുന്ന RICയുടെ രൂപത്തിലും ഒക്കെ, അല്ല RIC കൂട്ടായ്മ 3 രാജ്യങ്ങൾ, പിന്നെ അതിന്റെ പുറത്താണല്ലോ ബ്രിക്സ്, അതിനകത്ത് അല്ലെങ്കിൽ അതിന് ബലം പകരുന്നതും അതിനകത്തുള്ളതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇത് വലിയൊരു സന്ദേശമാണ്. അതായത് അതിനകത്ത് കിം ജോങ് ഉൻ 1959 ആ രാജ്യത്ത് നിന്ന് ഒരു പ്രതിനിധി ഈ പറയുന്ന പോലെ ഈ ആഘോഷത്തിൽ പങ്കെടുത്തു. അതിനുശേഷം ഈ ഒരു ആഘോഷത്തിനകത്ത് ആരും പങ്കെടുത്തിട്ടില്ല. എനിക്ക് 2019 ഈ പറയുന്ന കിം ജോങ് ഉൻ ഉത്തര കൊറിയൻ പ്രസിഡന്റ് ഈ ചൈനയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ചൈനയിൽ വരുന്നത് മാത്രമല്ല, അതായത് ചൈന സന്ദർശിക്കുന്നതിന്റെ കൂടെ പുടിനെയും കൂടെ കാണുന്നതിന് വേണ്ടിയാണ്. അപ്പം അത് വല്ലാത്തൊരു കൂട്ടായ്മയാണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇതുവരെ ചൈന പ്രദർശിപ്പിച്ചിട്ടില്ലാത്ത രഹസ്യമായിട്ട് വെച്ചിരുന്ന ആയുധങ്ങൾ, വിവിധ മേഖലയിലുള്ള ആയുധങ്ങൾ മൊത്തവും പൊതുജനത്തെ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചു പോകുന്ന ഒരവസ്ഥ. പൊതുജനത്തെ പ്രദർശിപ്പിക്കുക എന്ന് കണ്ടാൽ ആ ആയുധങ്ങൾ എന്താവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിശദീകരണം കൂടി പൊതുജനത്തിന് കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് ഈ പൊതുജനത്തിന് പ്രദർശിപ്പിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് നമുക്ക് ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം ആവശ്യമുള്ളത് നെറ്റിലും അല്ലെങ്കിൽ മറ്റ് ഈ ലോകത്തിൽ അങ്ങനത്തെ സംവിധാനത്തിൽ കണ്ടാൽ മതി. നേരിട്ട് പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ രഹസ്യ സ്വഭാവത്തെ വെളിയിൽ കൊണ്ടുവന്നെന്ന് പറയാൻ പറ്റത്തില്ല. രഹസ്യ സ്വഭാവമുള്ള എല്ലാ കാര്യങ്ങളും വെളിച്ചത്തൊന്നും കൊണ്ടുവരത്തില്ല. എന്നാൽ ഇത് ഇന്നതിന് ഉപയോഗിക്കാം, ഞങ്ങളുടെ കയ്യിൽ ഇന്നതൊക്കെ ഉണ്ട്, ഞങ്ങൾ ഈ ലോകത്ത് മറ്റ് രാജ്യങ്ങളെയൊക്കെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോട് വെല്ലുവിളിക്കാൻ തക്ക പ്രാപ്തരാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പോഴും കഴിവൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രദർശനവും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. ഇതിനകത്ത് 2 കാര്യമുണ്ട്. ഒന്ന്, ഈ പറയുന്നത് പോലെ 2026 ആകുമ്പോഴത്തേക്കും ചൈനയിൽ ഒരുപക്ഷെ ഒരു വല്ലാത്തൊരു നീക്കം ഇപ്പോഴേ നടക്കുന്നുണ്ട്, തായ്വാനെ ആക്രമിക്കുക എന്നുള്ളത്. അതിന്റെ കോപ്പുകൂട്ടലുകൾ ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ചകളിൽ പരിശോധിക്കുമ്പോൾ കടലിൽ നിന്നും അല്ലെങ്കിൽ ഏതാണ്ട് 25ഓളം വിമാനങ്ങൾ തായ്വാൻ അതിർത്തി കടന്ന്
അല്ലെങ്കിൽ കടന്നിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ തായ്വാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ കടലിന്റെ ബോർഡർ ഈ പറയുന്ന പോലെ ചൈനൻ കപ്പലുകൾ കടന്നു പോയിട്ടുള്ളതുകൊണ്ട് ഏത് സമയവും ആ രാജ്യത്തെ സ്വന്തം രാജ്യത്തിന്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ അത് സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല, അത് ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇവരുടെ ഭാഗമാക്കുമെന്ന് പറയുന്ന ഒരു രീതി ഉണ്ടാകും. 2026 സംഭവിക്കുന്നതാണ് പറഞ്ഞത്. അതിന്റെ കോപ്പ് കൂട്ടലുകൾ ഒരുപക്ഷെ ചൈനയുണ്ട്. ഈ ചൈനയിൽ ഇങ്ങനെ കോപ്പ് കൂട്ടുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സാമന്ത രാജ്യം എന്നുള്ള രീതിയിലാണ് തായ്വാൻ. അപ്പം ഇത് ഇപ്പോഴത്തെ ഒരു പുതിയ താരിഫിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും ലോകത്തുടനീളം ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു അമേരിക്കക്കെതിരെയുള്ള വികാരം, ആ വികാരവും പിന്നെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കൂടി ഈ പറയുന്ന അമേരിക്കയും ഒരുപക്ഷെ നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ മോശമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ എവിടെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായാൽ ഈ പറയുന്ന പോലെ ഈ റഷ്യ തന്നെ യുക്രൈൻ യുദ്ധത്തിനകത്ത് മോശമായ ഒരു അന്തരീക്ഷം വരുമ്പോൾ റഷ്യ യുദ്ധം വ്യാപിപ്പിക്കാൻ ഈ പറയുന്ന നാറ്റോയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ അത്തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ആ ഒരു ഇടവേളയിൽ തായ്വാനെ സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിയാതെ വരുന്ന ഒരു സ്പേസിൽ കൂടി ഇവരുടെ എല്ലാം കൂടെ യോജിപ്പ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു പ്ലാനിങ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനും ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന് സമാനമായിട്ടുള്ള ഒരു നീക്കവും ഒക്കെ ഉണ്ടാകും. അതൊരു പക്ഷേ ഇവരുടെ പ്ലാനിങ്ങിൽ കൂടി വരുമ്പോൾ അത് ഈ പറയുന്ന അമേരിക്കയ്ക്കും അമേരിക്കയുടെ കീഴിൽ ഉള്ള സാമന്ത രാജ്യങ്ങൾക്കും ഈ പറയുന്ന യൂറോപ്യൻ നാറ്റോയ്ക്കും ഒക്കെ കുഴപ്പം വരുന്ന രീതിയിലേക്കുള്ള ഒരു ഓപ്പറേഷൻ തന്നെയായിരിക്കും അത്തരത്തിലൊക്കെ നീക്കും. അപ്പൊ ഇവര് ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈല് ഒരുപക്ഷെ ജിംഗ്ലി 1, ഈ ഭൂഖണ്ഡാന്തര മിസൈല് ജുലാങ് 3, ഡാങ് ഫഗ് 61, 31, ഇങ്ങനെ പല രീതിയിലുള്ള അതുപോലെ ഹെലികോപ്റ്ററുകളെ, ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ലേസർ ആയുധങ്ങളെ, അതായത് ഇനിയും കാണിക്കാൻ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഇല്ലാത്ത ആയുധങ്ങൾ ഒന്നുമില്ലാത്ത രീതിയിലേക്ക് പല രീതിയിലേക്കുള്ള ആയുധങ്ങൾ, അല്ലെങ്കിൽ ലോകം കണ്ടിട്ടില്ലാത്ത രീതിയിലൊക്കെയുള്ള ആയുധം, ഇതെല്ലാം പ്രദർശിപ്പിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ആർക്കും തടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അവരുടെ ശത്രുക്കളായിട്ട് നിൽക്കുന്നവർക്ക് അവർ വിചാരിക്കുന്നിടത്ത് ഒരു ടാർഗറ്റുമായിട്ട് ചെല്ലുമ്പോൾ ചൈനയെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ ചൈനയ്ക്ക് അതിനെയൊക്കെ മറികടക്കാൻ സാധിക്കും എന്നുള്ള രീതിയൊക്കെയുള്ള ഒരു പ്രദർശനം ഈ പറയുന്ന വാർഷിക ആഘോഷ വേളയിൽ ചൈന ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ വാർഷിക ആഘോഷം ചൈനയുടെ കരുത്ത് ലോകത്തെ അറിയിക്കുന്നതിന്, പ്രധാനമായിട്ടും അവരുടെ ശത്രുക്കളായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഉദ്ദേശത്തോടു കൂടി ചൈന നീങ്ങുന്നു. അപ്പം ആ ഉദ്ദേശത്തോടു കൂടി ചൈന നീങ്ങുമ്പോൾ അതിനെ എതിർക്കാൻ അല്ലെങ്കിൽ ആ ഉദ്ദേശത്തിന് വിഘ്നമുണ്ടാക്കാൻ ഏതെങ്കിലും രാജ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ആ ഏതെങ്കിലും രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് സാധ്യതയുള്ള രാജ്യങ്ങൾ അമേരിക്കയും യൂറോപ്പ് രാജ്യങ്ങളും അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളും ഒക്കെയാണ്. അവർക്കുള്ള ഒരു താക്കീതായിട്ട് ഒരുപക്ഷെ ഈ 80ാം വാർഷികവും അല്ലെങ്കിൽ ഈ 26ഓളം പറയുന്ന രാജ്യങ്ങളുടെ പ്രതിനിധികളുടെ കൂട്ടായ്മയും അതിനുശേഷം ഉള്ള സൈനിക അഭ്യാസമല്ല ആയുധ പ്രദർശനവും ഒക്കെ എന്ന് വേണം കരുതാൻ. അത്തരത്തിലേക്കാണ് ലോകം ഈ വിഷയത്തിൽ അല്ലെങ്കിൽ വിദേശ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ രീതിയിൽ ചൈന ലോകത്തിന് മുന്നിൽ തങ്ങളുടെ ശക്തി എന്താണെന്ന് വിളിച്ചോതുകയാണ്. അവരുടെ ഈ പ്രദർശനം ലോകത്തിന് അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ശക്തികൾക്ക് ചൈനയെ എതിർക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. എത്രത്തോളം വിപുലീകരണമാണ് അവരുടെ ആയുധ ശേഖരണം, അല്ലെങ്കിൽ എത്രത്തോളം ആ രാജ്യം എല്ലാത്തിനെയും എതിർക്കാൻ സജ്ജമാണ് എന്നൊക്കെ വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.